ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുന്നു. എന്നാൽ പരാതിക്കാരിക്കെതിരായ ഹൈക്കോടതിയിലെ ചില ഭാഗങ്ങൾ സുപ്രീം കോടതി ആ ഫയല് പോലും നോക്കിയില്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. സത്യം പറഞ്ഞാലോ എടുത്ത് മാറ്റിയെന്നാ. ആദ്യ പരാതിക്കാരി അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം തള്ളിക്കളയണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചേർന്നതാ. എടാ, പരസ്പര സമ്മതത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നമ്മച്ചിമാരെ നിങ്ങളൊക്കെ എന്തേ കാണിക്കുന്നേ? സോറി പെങ്ങേമാരെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അമ്മച്ചി എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത പുല്ലാപ്പുകൾ ഉണ്ടാക്കി വെക്കുന്ന ടീമാണ്. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ ഹൈപ്പും കൂടെ കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കോ. ഓക്കെ, കുറേ എണ്ണം വന്നിട്ട് ഇത് കമൻറ്റ് ഇടുന്നുണ്ട്. ഒരു എന്താ പെൺകുട്ടികളെ ക്രൂരമായിട്ട് അവൻ ദ്രോഹിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസും കാര്യങ്ങളും കാണുന്നുണ്ട്. എടീന്നല്ല കേട്ടോ, പരസ്പര സമ്മതത്തോടെ ചെയ്ത കാര്യങ്ങളാണ്. പിന്നീടുണ്ടാകുന്ന ഓരോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പിന്നെ അത് പീഡനമാക്കി സംസാരിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ? ഈ പരസ്പര സമ്മതത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നീട് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? ഇതുപോലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോഴും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 95% ആൾക്കാരും കേരളത്തിലുണ്ട്. ഈ ഇലക്ഷൻ ആയതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഈ ഒരു പേരും പറഞ്ഞിട്ട് രാഹുലിനെ വേട്ടയാടും. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രശ്നമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മാറ്റുകയും ചെയ്തത്. 3 മാസത്തിനുള്ളിൽ രാഹുൽ ഉറപ്പായിട്ട് തിരിച്ചു വന്നിരിക്കുന്നതായിരിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ബാലു, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ള ഒരു നടപടിയാണ് കോടതിയിൽ നിന്നുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് കോടതി ഈ മുൻകൂർ ജാമ്യത്തിൽ ഇടപെടേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരാതിയിൽ നിന്ന് നീക്കിയത്, പരാതിക്കാരിക്കെതിരായിട്ടുള്ള ഭാഗങ്ങൾ? പക്ഷേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ആദ്യ പരാതിക്കാരിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ബലാത്സംഗ കേസിൽ നേരത്തെ ഹൈക്കോടതി അനുവദിച്ചിരുന്ന മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നായിരുന്നു ഈ ആദ്യ പരാതിക്കാരി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്ന ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഹർജിയിൽ വിശദമായ വാദം കേൾക്കലൊന്നും നടന്നില്ല. ഹർജി വാദത്തിനടുത്തപ്പോൾ തന്നെ ജസ്റ്റിസ് M.M. സുന്ദരേഷിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച്, ജസ്റ്റിസ് M.M. സുന്ദരേഷും ജസ്റ്റിസ് N.K. സിംഗും അടങ്ങുന്ന ബെഞ്ച് ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ തങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഈ രാഹുൽ പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ PV ദിനേശും KR സുഭാഷ് ചന്ദ്രനും ഈ ഹൈക്കോടതി വിധിയിലെ ചില ഭാഗങ്ങൾ, ചില പാരഗ്രാഫുകൾ, ഏതാണ്ട് 5ഓളം പാരഗ്രാഫുകളിലെ പരാമർശങ്ങൾ ഈ പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം വിചാരണഘട്ടത്തിൽ പോലും അവർക്ക് ദോഷം ചെയ്യുന്നതാണെന്നും അത് നീക്കണമെന്നും ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. എന്റെ പൊന്നോ, പരാതിക്കാരിക്ക് ദോഷം വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പരാതിക്കാരി ഈ ജനങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അപൂർവമായിട്ടുള്ള ആരെങ്കിലും കണ്ട് നിങ്ങൾ ആലോചിക്കും. ഇവിടെ ലോകം മൊത്തം നാണം കെട്ട് നടക്കുന്ന ഒരുത്തനാണ് രാഹുൽ മാങ്കൂട്ടം. കാരണം അതുപോലെ ആൾക്കാർ കൊല്ലാക്കൊല ചെയ്തു. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മാറി 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 അദ്ദേഹത്തിന് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയന് 2013 പറഞ്ഞ നമ്മുടെ ഗണേഷ് കുമാറിന്റെ വിഷയം വന്ന സമയത്ത് 2013 വന്ന് സംസാരിച്ച കുറേ രീതികളുണ്ട്. തോന്നിവാസം. ഗണേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഉമ്മൻചാണ്ടിയാണ്, അങ്ങനെയാണ് മറ്റാണ്, ഉമ്മൻചാണ്ടി മറുപടി പറയണം. അതേ പിണറായി വിജയൻ ഇപ്പോൾ അവരുടെ പാർട്ടിയിലാണല്ലോ ഇന്നലെ വന്ന് സംസാരിച്ചത്. ഞാൻ കഴിഞ്ഞ വീഡിയോ വെച്ചായിരുന്നു. എന്താണെന്നറിയത്തില്ല, രാഹുലിൻ്റെ വിഷയങ്ങൾ ആരും ഒന്നും വലുതായിട്ട് കാണുന്നില്ല. ഞാൻ പിന്നെ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഞാൻ ഈ വീട്ടിൽ അവസാനം ഒന്നും കൂടെ അത് വെച്ച് തരാം. ഘട്ടത്തിലാണ് സുപ്രീം കോടതി പരാതി, അതായത് ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ചില പരാമർശങ്ങൾ നീക്കം ചെയ്തിരിക്കുന്നതായി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിക്കുകയാണുണ്ടായത്. ഫലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശി ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വാദം ഇന്ന് കോടതി കേൾക്കുകയും ചെയ്തില്ല. അതിനു മുമ്പ് തന്നെ കോടതി കേസ് എടുത്തപ്പോൾ തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത്. കാരണം ഹൈക്കോടതി വിധിയിൽ തങ്ങൾ ഇടപെടാൻ വേണ്ടി കഴിയില്ല. തങ്ങൾ ഇടപെടാൻ ആശ്വാസകരമായിട്ട് ഉള്ള വിവരങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന്. ഒരാൾ ക്രൂരമായിട്ട് അങ്ങൊരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഇന്നലെ നീക്കുമോ? ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്. ആ വ്യക്തിയെ വെറുതെ വിടുവോ അവിടുത്തെ പോലീസുകാർ? ഇല്ല. രാഹുൽ ഇവിടെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ജാമ്യവും കാര്യങ്ങളും കിട്ടി. അറിയാലോ, അന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. കാനഡയിൽ നിന്നൊരു യുവതി വന്ന് കംപ്ലൈൻറ്റും കാര്യങ്ങളും കൊടുത്തപ്പം രാത്രി പോലും ഒരു നാണവും മാനവും ഇല്ലാതെ പിണറായി സർക്കാരിൻ്റെ
പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കിട്ടി. ക്രൂരമായിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നായിരുന്നു, ഞാൻ എത്ര നാൾ ജയിലിൽ കിടന്നേനെ. ചിന്തിക്ക്. ഓക്കെ, എന്നാലും സഖാവിൻ്റെ ഇന്നലത്തെ സംസാരം ഒന്നും കൂടെ വെച്ച് തരാം. സ്ത്രീകളെ വലിയ തോതിൽ ദുർബോധനപ്പെടുത്തി ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് അവരെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ ചെയ്തു. ഗണേഷ് കുമാറിന്റെ കുടുംബമാണ്, കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ എടുത്തിയാലും ചെയ്യേണ്ടതല്ല. അവരുടേതായ രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. പിന്നെ ഇതിനെ ഞങ്ങൾ ഗണേഷ് കുമാറിന്റെ വിഷയം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളെല്ലാവരും കാണുകയൊക്കെ ചെയ്ത സ്വന്തം ഭാര്യ കാണാത്ത കാര്യം കണ്ട കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം അവർ A-to Z കാര്യങ്ങളും മൊത്തം അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് അവർ പോലീസിനെ വിളിച്ച്, പോലീസ് ആ സമയത്ത് വന്നപ്പോഴത്തേക്ക് ഇവരെ പിടിച്ച് അങ്ങോട്ട് റൂമിലിടുക അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ആ പോലീസ് തിരിച്ചു പോവുകയുണ്ടായത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ സർക്കാർ എന്താണെന്ന്, എന്ത് മാങ്ങാത്തൊലി കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ. പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് മെഴുകിയതൊന്ന് വെച്ച് തരാം. UDF ഭരണത്തിൽ മന്ത്രിയായിരിക്കെ ഗണേഷ് കുമാറിനെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ അന്ന് പിണറായി വിജയൻ പ്രതികരിച്ചതുകൂടി നമുക്കൊന്ന് കേൾക്കാം. ഗണേഷ് കുമാറിന്റെ ഭാര്യ നൽകിയ പരാതി മുഖ്യമന്ത്രി വായിച്ചതിന് ശേഷം ആ പരാതിക്ക് എന്ത് സംഭവിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിക്കും UDF-നും എന്തേ ഇക്കാര്യത്തിൽ നിയമത്തെ അതിന്റെ വഴിക്ക് പോകാൻ അനുവദിക്കാത്തത്? ആ പരാതിക്ക് എന്ത് സംഭവിച്ചു? ഒന്നും കൂടെ ഞാൻ വെച്ച് തരാം, ഇന്നലെ പറഞ്ഞതും കൂടെ ഒന്ന് കേൾക്കുക. നാട് മുഴുവൻ വിഭജിക്കാൻ നടന്നിട്ട് സ്ത്രീകളെ വലിയ തോതിൽ ദുർബോധനപ്പെടുത്തി ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് അവരെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ ചെയ്തു. ഗണേഷ് കുമാറിന്റെ കുടുംബമാണ്, കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ എടുത്തിയാലും ചെയ്യേണ്ടതല്ല. അവരുടേതായ രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. പിന്നെ ഇതിനെ ഞങ്ങളോട് ഇന്നലെ വന്നിട്ട് കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിച്ചായിരുന്നു. ഇന്നലെ ആരൊരു പാർട്ടിക്കാരനായിരുന്നു തോന്നുന്നു, ഒരു ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇദ്ദേഹമൊക്കെ രാഷ്ട്രീയക്കാരനായിട്ട് നിന്നാൽ എന്ത് ഗുണം ഉണ്ടാവുന്നത്? ഈ നാടിന് ഒരു ഗുണം ഉണ്ടാവത്തില്ല. മനുഷ്യനെ വെറുതെ പൊട്ടനാക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന കുറേ എണ്ണം, ഒരു നാണവും മാനവും ഇല്ലാത്ത കുറേ ആൾക്കാർ. ഇവനെ പോലുള്ളവർക്കൊന്നും വോട്ട് കൊടുക്കാതിരിക്കുക. ഞാൻ ഇപ്പോഴത്തെ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയാം, ഇവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കാതിരിക്കുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. പിന്നെ ചിലതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിണറായി 3.0 വരാനും ചാൻസ് ഉണ്ട് 3ാമത്തെ വട്ടത്തിൽ. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ പാർട്ടി ഒരിക്കലും കാണൂല. അടുത്ത വട്ടം ഈ ഒരു പാർട്ടിയെ കാണത്തില്ല വന്നു കഴിഞ്ഞാൽ. കാരണം ഇപ്പം തന്നെ മുടിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാണ്, നമ്മുടെ മലയാളികളെ മണ്ടരാക്കാൻ എല്ലാവർക്കും സിമ്പിളായിട്ട് പറ്റും. അത് തന്നെ ഇവർ കാണിക്കുന്നത്. ഇപ്പം ആ വയനാട്ടിൽ ആ വീട് കൊണ്ട് വെച്ചല്ലോ, വയനാട്ടിലെ, അതോടെ എല്ലാവരും ഫ്ലാറ്റായി. ആഹാ, അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. എത്ര കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലിട്ട് പോയതെന്നറിയാവോ? അതിനെക്കുറിച്ച് ഒരു മനുഷ്യരും ഇവിടെ സംസാരിക്കുന്നില്ല. എല്ലാം കൂടെ ഒരു ചിലവ് 80 കോടി രൂപയോളം അവർക്ക് വീടും കാര്യങ്ങളും സെറ്റാക്കി 100 കോടി ചിലവാകും. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം എവിടെ പോവും? ഇതൊന്നും ആരും ചിന്തിക്കാറില്ല. മണ്ടറായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്.